നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് UDF. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഡൽഹിയിൽ യോഗം ചേരും. വൈകിട്ട് 3 മണിക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം. രാഹുൽ ഗാന്ധിയും പങ്കെടുക്കും. അതേസമയം കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം നാളെയോ മറ്റന്നാളോ ചേരും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഇന്ന് ഈ ഒരു ഡൽഹിയിൽ നിർണായകമായ ഒരു യോഗം തന്നെയാണ് ചേരുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചർച്ച ഇന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിൽ നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമാണ് ചർച്ച നടക്കുക. രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിലവിൽ സംസ്ഥാനത്ത് 3 പേരുടെ പേരുകളാണ് ഉയർന്നു നിൽക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഒപ്പം രമേശ് ചെന്നിത്തല. ഈ 3 പേരുകൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ കേന്ദ്രത്തിൻ്റെ ഒരു നിരീക്ഷകൻ സംസ്ഥാനത്തേക്ക് ഇന്നോ നാളെയോ എത്താൻ ആണ് സാധ്യത. ആ നിരീക്ഷകനെ ഇന്ന് ചേർന്ന യോഗത്തിൽ വെച്ച് തീരുമാനിക്കും. അതിന് തൊട്ടു പിന്നാലെ കേരളത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുക. പാർലമെൻ്ററി പാർട്ടിയുടെ തീരുമാനം ആയിരിക്കും അന്തിമം. നിയമസഭാ കക്ഷി യോഗവും നാളെയോ മറ്റന്നാളോ ചേരാനുള്ള സാധ്യതയുണ്ട്. കാരണം വിജയിച്ച MLA-മാരുടെ യോഗമായിരിക്കും. അതിൽ വെച്ച് MLA-മാരുടെ മനസ്സറിയും, അല്ലെങ്കിൽ MLA-മാരുടെ നീക്കം ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ്. 63 MLA-മാരാണ് കോൺഗ്രസ്സിന് ഉള്ളത്. അതിൽ MLA-മാരുടെ ഒരു തീരുമാനം എന്തായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിച്ചറിയും. അതിന് തൊട്ടു പിന്നാലെ ഘടകകക്ഷികളുടെ തീരുമാനം കൂടി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേരുക. നിലവിൽ അത്തരം തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതൊന്നും തന്നെ ഔദ്യോഗികമല്ല എന്നാണ് AICC നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ഈ ഫ്ലക്സ് യുദ്ധങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ആ ഫ്ലക്സ് യുദ്ധത്തിനുള്ള വിയോജിപ്പ് മുതിർന്ന നേതാക്കന്മാരും ഒപ്പം തന്നെ ചില കോൺഗ്രസിൻ്റെ MP-മാരും MLA-മാരും തന്നെ അറിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. KPCC-ക്കും ഇത്തരം ഫ്ലക്സ് യുദ്ധത്തിനോട് താല്പര്യം ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയും. ഒപ്പം VD സതീശന് പിന്തുണ നൽകുന്ന കാര്യത്തിൽ ഘടകകക്ഷികൾക്ക് ഒരു തീരുമാനം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലീഗ്, അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, ഇത് 2 പ്രധാനപ്പെട്ട കക്ഷികളാണ് UDF-ലേത്. ഇവരുടെ തീരുമാനം അന്തിമം ആയിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ ഒരു നേതാവിൻ്റെയും പേര് KPCC-യോ അല്ലെങ്കിൽ AICC നേതൃത്വത്തിലോ എടുത്ത് പറഞ്ഞിട്ടില്ല. അത് ഇന്ന് ചേരുന്ന യോഗത്തിന് ശേഷമായിരിക്കും. കേരളത്തിൽ ഈ നിരീക്ഷകൻ ഉൾപ്പെടെയുള്ളവർ എത്തും. അതിനുശേഷം നിയമസഭാ കക്ഷിയിലെ കോൺഗ്രസിലെ MLA-മാരുടെ യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്ക് കടക്കും. അതിനപ്പുറത്തേക്ക് മറ്റ് തീരുമാനങ്ങളൊന്നും തന്നെ ആയിട്ടില്ല എന്ന് തന്നെയാണ് KPCC നേതൃത്വം അറിയുന്നത്. അതേസമയം സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിൽ VD സതീശന് അനുകൂലമായും ഒപ്പം തന്നെ KC വേണുഗോപാലിന് അനുകൂലമായും ഒക്കെ തന്നെ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട്. അതൊന്നും തന്നെ KPCC-യോ AICC-യോ ഒരു കാര്യമായി മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ തീരുമാനം നിർണായകമാണ്. അദ്ദേഹം എന്ത് തീരുമാനമെടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള MLA-മാർ. നിലവിൽ ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ മുൻതൂക്കം എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ജനഹിതം അറിഞ്ഞ് പ്രവർത്തിച്ച ഒരു ആൾ എന്ന നിലയ്ക്ക് VD സതീശന് വലിയ തരത്തിലൊരു ജനപിന്തുണ ഉണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. അത്തരത്തിലൊരു പിന്തുണ ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുതന്നെയാണ് മുസ്ലിം ലീഗ് പറയാതെ പറഞ്ഞു പോകുന്നതും. കാരണം വലിയ തരത്തിൽ കഴിഞ്ഞ 5 വർഷമായി VD സതീശൻ നടത്തിയ പ്രവർത്തനങ്ങൾ, പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ കേമമായിരുന്നു, അല്ലെങ്കിൽ മികവുറ്റതായിരുന്നു എന്ന തരത്തിലാണ് ലീഗ് പറയുന്നത്. അതേ അഭിപ്രായം തന്നെയാണ് ജോസഫ് ഗ്രൂപ്പിനും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ അഭിപ്രായങ്ങളൊക്കെ തന്നെ കൃത്യമായും വളരെ ശ്രദ്ധ ആകർഷിക്കുന്നതുമാണ്. ഈ അഭിപ്രായം എന്തായാലും UDF-ൻ്റെ യോഗങ്ങളിൽ പറയാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെയാണെങ്കിൽ ഘടകകക്ഷികളുടെ ഒരു പിന്തുണ VD സതീശന് അനുകൂലമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അതിനപ്പുറത്തേക്ക് പാർട്ടിക്കകത്തെ തീരുമാനം, ഇതിനെല്ലാം അവസാനമായി രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. ഇത്തരത്തിൽ ആണ് മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തുക. ഇത് കൂടാതെ തന്നെ മന്ത്രിപദം സംബന്ധിച്ചുള്ള ചർച്ചകളും ഇതോടൊപ്പം തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എല്ലാവരും ഒരുമിച്ചായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക. ഈ മാസം 10-നുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടത്തണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം ഇത്രയധികം ഭൂരിപക്ഷം കിട്ടിയ സാഹചര്യത്തിൽ വലിയ തരത്തിൽ ചർച്ചകൾ നടത്തി പാർട്ടിക്കകത്ത് ഒരു വിഘടനവാദം ഉണ്ട് എന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിക്കുന്നതിനോട് നേതാക്കന്മാർക്ക് താല്പര്യം കുറവാണ്. നേരത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവായ AK ആന്റണി പോലും ഉചിതമായ ആളിനെ പാർട്ടി നേതൃത്വം
കണ്ടെത്തും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ തന്നെ മുതിർന്ന നേതാക്കന്മാരുടെ ഒരു അഭിപ്രായം കൂടി ഈ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തപ്പെടും. അതേസമയം ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദ്യം അല്ലെങ്കിൽ ആവശ്യപ്പെടുമോ, അത്തരമൊരു ചോദ്യം ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിലൊന്നും തന്നെ മറുപടിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ലീഗ് ഇപ്പോൾ പറയുന്നത് അർഹമായ പ്രാധാന്യവും പ്രാതിനിധ്യവും മന്ത്രിസഭയിൽ ലീഗിനുണ്ടാകും എന്ന് ലീഗിൻ്റെ നേതാക്കളും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കേരളത്തിലെത്തുന്ന നിരീക്ഷകന്റെ സാന്നിധ്യത്തിൽ ചർച്ചയാകും എന്നുള്ളത് ഉറപ്പാണ്. ശരി, എന്തായാലും സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ്. UDF മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഡൽഹിയിൽ വൈകിട്ട് 3 മണിക്ക് യോഗം ചേരും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം ചേരുക. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പങ്കെടുക്കും. എന്നാൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം നാളെയോ മറ്റന്നാളോ ചേരാനാണ് സാധ്യതയുള്ളത്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. UDFന് ലഭിച്ച വലിയ ഭൂരിപക്ഷം വലിയ ഉത്തരവാദിത്തമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. അതനുസരിച്ച് നേതാക്കൾ പെരുമാറണം, മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത് ഉൾപ്പെടെ പ്രശ്നങ്ങളില്ലാതെ നടക്കണം. 2001 ഇത് മറന്നതുകൊണ്ട് തിരിച്ചടിയുണ്ടായി. ടീം UDF ആയി കാര്യങ്ങൾ മുന്നോട്ട് പോകണം. മുൻപ് ചെയ്ത തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ കോൺഗ്രസ് ശ്രദ്ധിക്കണമെന്നും കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി. UDFന് ലഭിച്ച വലിയ ഭൂരിപക്ഷം വലിയ ഉത്തരവാദിത്തമാണ് എന്നതാണ് കെ മുരളീധരൻ പറയുന്നത്. അതനുസരിച്ച് നേതാക്കൾ പെരുമാറണമെന്നും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങളില്ലാതെ നടക്കണമെന്നും കെ മുരളീധരൻ പറയുകയുണ്ടായി. 2001 ഇത് മറന്നതുകൊണ്ട് തിരിച്ചടി ഉണ്ടായെന്നും ടീം UDF ആയി കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നും കെ മുരളീധരൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി പരിശോധിക്കാൻ ഒരുങ്ങി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നാളെ ചേരും. അതേസമയം പ്രതിപക്ഷ നേതാവ് ആരാകും എന്നതിലും ആകാംക്ഷയുണ്ട്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായില്ലെങ്കിൽ KN ബാലഗോപാലിന്റെ